ഈ ഗാന്ധി എഴുതിയതൊക്കെ വായിച്ചിട്ട് കരഞ്ഞിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ എന്നോട് പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വധം ഗോഡ്സെ ചെയ്തത് ഹിംസയായിരുന്നു, ശരിയല്ലായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്കറിയാം. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഈ രാമേന്ദ്ര ഗുഹയുടെ പുസ്തകങ്ങളോ അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ആ ഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നിൽ ദുരൂഹതയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 46 ഇടക്കാല ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗാന്ധി ഒരു അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഗാന്ധി തന്നെ എഴുതിയിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളും അനുയായികളുമാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും നിങ്ങൾ കരുതുന്ന രീതിയിൽ എനിക്കവരിൽ ഒരു സ്വാധീനവുമില്ല എന്ന് ഗാന്ധി എഴുതിയേക്കണാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് പിന്നെ ഗാന്ധി ഒരു ശല്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ദുശാഠ്യക്കാരൻ, ഒന്നിനും വഴങ്ങാത്ത ഒരാൾ, എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഇത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി എന്നൊക്കെ പറയുമ്പോൾ ആ പുലരി ആഘോഷിക്കാൻ ഗാന്ധി ഉണ്ടായിരുന്നില്ല. കൽക്കട്ടയിലായിരുന്നു. അദ്ദേഹം നവഖലിയിലെ കലിങ്കിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞത് സ്വാതന്ത്ര്യം അത് കിട്ടിയവരാഘോഷിക്കട്ടെ എന്നാണ്. അതെ, നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. മാത്രമല്ല, സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ ഹൈദരി ഹൗസ് കൽക്കട്ടയിൽ അവിടെ ഇരുന്നിട്ട് ഗാന്ധി ഒരു ആത്മകഥം പോലെ ചോദിക്കുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റിയോ എന്ന്. മുഴുവൻ ഇതാണ്, മനുഷ്യ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയോ എന്നാണ്. കാരണം ഈ ഗാന്ധിയുടെ ഉറച്ച വിശ്വാസം മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഭാവം അഹിംസയാണെന്നാണ്. പക്ഷേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു. അതിന് പിന്നീട് ഗാന്ധി ഒരു സ്ഥലത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പേമാരി പോലെ ഹിംസ പെയ്തിറങ്ങുമ്പോഴും അഹിംസയാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് കണ്ടെത്തിയ ഋഷി ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളാണെന്ന്. പക്ഷെ ഗാന്ധി ഈ യുദ്ധത്തിൻ്റെയൊക്കെ ടെക്സ്റ്റ് എന്ന് പലരും പറയുന്ന ഭഗവത്ഗീതയെ അഹിംസയുടെ ഒരു പാഠമായിട്ട് കണ്ടത് എന്തുകൊണ്ട്? അത് ഈ കാര്യങ്ങൾ പലരും അത് വേണ്ടത്ര എന്ന ഗൗരവത്തിൽ, മഹാഭാരതം വേണ്ടത്ര ഗൗരവത്തിൽ ആളുകൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാനത് കുറേ പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലക്കും എന്നാൽ കഴിയും വിധം അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലക്കുമാണ്. മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായിട്ട് എനിക്ക് തോന്നിയത് ഈ ശാന്തി പർവ്വത്തിൽ ഭീഷ്മർ പറയുന്ന ഒരു വാക്യമാണ്. അപ്പോൾ ഭീഷ്മർ ശരശയ്യെ കിടക്കുമ്പോൾ പാണ്ഡവന്മാരും കൃഷ്ണനും കൂടി കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞ് തൊഴുതിട്ട് പറഞ്ഞു, ഗാംഗേയ, നിൻ്റെ കൊച്ചുമക്കളാണ് വന്നിരിക്കുന്നത്, അവർക്ക് നീ രാജ്യഭാരത്തിൻ്റെ കലയും ശാസ്ത്രവും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചോദിച്ചു, മാധവ, അത് നീ ചെയ്യുന്നതല്ലേ നല്ലത്, നിന്നെപ്പോലെ ഇത് ആർക്ക് ചെയ്യാൻ കഴിയും? എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നീ ചെയ്യുന്നതായിരിക്കും അവർക്കുത്തമം. അങ്ങനെയാണ് ഏതാണ്ട് 9000-ലേറെ ശ്ലോകങ്ങളിലായിട്ട് നാളിതുവരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രമീമാംസ സംബന്ധിച്ച സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും ഓരോന്നോരോന്നായി പറഞ്ഞ് ഭീഷ്മർ കൊടുക്കുന്ന ഭാഗമാണിത്, ശാന്തി പർവ്വത്തിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് എല്ലാം പറഞ്ഞ് മറ്റേ ഈ കോശം എങ്ങനെ സംരക്ഷിക്കണം, രാജ്യത്തിൻ്റെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കണം, സൈന്യത്തെ എങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടത്തണം, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി, മഹാരാജാവേ, നീ കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത്. കാരണം യുദ്ധം ജയിക്കാൻ കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം. ആ ഭാഗ്യം എപ്പോഴും നിൻ്റെ കൂടെ ആയിരിക്കില്ല. വാർ ഈസ് എ ഗാംബ്ലിങ്. വാർ ഈസ് എ ഗാംബ്ലിങ് എന്നാണ് അതിനകത്ത് പറയുന്നത്. സോ അവോയ്ഡ് ഇറ്റ്. ഇറ്റ് ഈസ് എ സിൻ. യു ഷുഡ് നെവർ കമ്മിറ്റ് ഇറ്റ്. ഇതാണ് പറയുന്നത്. അപ്പോൾ യുദ്ധം ത്യജത എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ കേന്ദ്രപ്രമേയവും അതിൻ്റെ സന്ദേശവും.
ബാക്കി മുഴുവൻ യുദ്ധം എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരുന്നു, എങ്ങനെയൊക്കെ അത് ആളുകളെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിദ്ധാന്തം എങ്ങനെ പ്രയോഗിക്കാം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മസൂത്രവും ഉപനിഷത്തും ഭഗവത്ഗീതയും. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ സോഴ്സ് ബുക്കാണ്. ഇപ്പോൾ സുവോളജി പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സുവോളജിക്കൽ തിയറീസ് എല്ലാം സമ്മറൈസ് ചെയ്ത് വെച്ചേക്കും. അത് ഡാർവിൻ മാത്രമല്ലല്ലോ ഉള്ളത്. ഡാർവിന് മുൻപും ഉള്ള കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് വെച്ചേക്കും. ആ സമ്മറൈസ് ചെയ്ത് വെച്ചേക്കണ കാര്യങ്ങളുടെ സോഴ്സ് വേറെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡാർവീനിയൻ തിയറിയുടെ സോഴ്സ് മറ്റേ ഒറിജിനൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീഷീസിൽ കിടക്കുകയാണ്. ആ സോഴ്സ് ബുക്കാണ് വേദം. അതിൻ്റെ ഭാഗമാണ് ഉപനിഷത്ത്. അതിൻ്റെ ടെക്സ്റ്റാണ് ബ്രഹ്മസൂത്രം. അതിൻ്റെ ടെക്നോളജിയാണ് ഗീത. ഇതാണ് അത് മൂന്നും തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് ഞാൻ കാണുന്നത്. ആ ടെക്നോളജി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ടെക്നോളജി അവതരിപ്പിക്കുന്നത് അഹിംസ എങ്ങനെ പ്രയോഗിക്കാമെന്ന് കാണിക്കുകയാണ്. അതുപോലെ ഈ അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക എന്ന് മാത്രം ഒരു പൊതുധാരണ ഉണ്ട് താനും. അത് തെറ്റല്ലേ? അബ്സല്യൂട്ടായിട്ട് തെറ്റാണ്. ഇപ്പോൾ ഏറ്റവും വലിയ വെജിറ്റേറിയനും ജീവോ ജീവസ്യ ജീവനം എന്നല്ലേ. ജീവികളെ ആശ്രയിച്ചിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. അല്ലാതെ നമുക്ക് വേറെ നിർവാഹമില്ല. ഇപ്പം നമ്മൾ കൈകാലുകൾ ചലിപ്പിക്കുന്ന സമയത്ത് എത്രയോ സൂക്ഷ്മ അണുക്കൾ നശിക്കുന്നുണ്ട്. ശ്വസിക്കുന്ന സമയത്ത് നശിക്കുന്നുണ്ട്. നമ്മുടെ പാദം ഈ ഭൂമിയിൽ സ്പർശിക്കുന്ന സമയത്ത് എത്രയോ നശിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പാദസ്പർശം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഭാരതീയൻ ഭൂമിയെ സ്പർശിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ദ മിനിമം എന്നാണ്. യൂസ് ദ മിനിമം ഫിക്സഡ് ബൈ എ പേഴ്സൺ ഹിംസെൽഫ്. അത് ഈശാവാസ്യത്തിലെ തേന തെക്തേന അതുകൊണ്ട് തെക്തേന ഭുഞ്ചീത. സോ തെക്തേന ഭുഞ്ചീത. ടേക്ക് ദ മിനിമം. ത്യജിക്കാവുന്നതിൻ്റെ പരമാവധി ത്യജിച്ചുകൊണ്ട് ഗ്രഹിക്കാവുന്നതിൻ്റെ സൂക്ഷ്മത്തിൽ ഏറ്റവും കുറവ് ഗ്രഹിക്കുക. അതാണ് ടേക്ക് ദ മിനിമം. രാധാകൃഷ്ണനോട് എനിക്ക് രാധാകൃഷ്ണനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ കൂടെയും ഗാന്ധിയുടെ കൂടെയും ഒക്കെ ചെലവഴിച്ച ധാരാളം കാലം രാധാകൃഷ്ണനുണ്ട്. അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ BJP-യിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ ഹിംസയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് വരുന്നു. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് ഗാന്ധിയുമായിട്ട് ബന്ധമില്ല, ഇവരുടെ രാമരാജ്യം വേറെയാണ്, ഇവരുടെ രാമൻ വേറെയാണ്, ഇങ്ങനെ പറയുന്ന ഒരു ബൈനറി ഈ കപടമതേതരവാദികൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേപ്പറ്റി എന്താണ്? ഞാൻ വീണ്ടും ഗാന്ധിയിലേക്ക് തന്നെ പോകുന്നു. 1916 രാമനറിയാമല്ലോ. 1916 AICC നടക്കുന്ന സമ്മേളനത്തിൽ ഗാന്ധി ഒരു ഡെലിഗേറ്റായിട്ട് അവിടെ പോയിരുന്നു. പ്രസംഗിക്കാനല്ല, ആരും പ്രസംഗിക്കാൻ വിളിച്ചിട്ടില്ല, ഡെലിഗേറ്റായിട്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഏതൊരു വക്കീൽ വന്നിട്ടുണ്ട്, അയാളെയും വിളിച്ചേക്കാൻ പറഞ്ഞിട്ട് വിളിച്ചേക്കാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഗാന്ധി കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശം മുഴുവനും മലമൂത്ര വിസർജനം ചെയ്തിട്ട് ഇവർ വൃത്തികേടാക്കിയിട്ടിരുന്നു. ഗാന്ധി ആദ്യം ചെയ്തത് ഒരു കക്കൂസ് നിർമ്മിച്ചിട്ട് ഇതൊക്കെ സംസ്കരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞ് പരിസര ശുചിത്വം ചിത്തശുദ്ധി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചിത്തശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളിത് വിസ്മരിക്കാൻ പാടില്ല. കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതിന് ശേഷം പിന്നീട് ഗാന്ധി എല്ലായിടത്തും ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു. വലിയ സ്വാധീനം അതുണ്ടാക്കി. നമ്മുടെ ബഷീറിൻ്റെ ഒരു നോവലിൽ കാമുകിക്ക് കക്കൂസ് പണിത് കൊടുത്തുകൊണ്ടാണ് പ്രണയം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഗാന്ധിയുടെ ഒരു വാക്യത്തിനും അക്കാലത്തുണ്ടായ ബഷീറിനെ പോലുള്ള റൈറ്ററാണെന്ന് മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ പ്രണയം കൊണ്ട് ധാരാളം മാലിന്യം ഉണ്ടാവുമെന്ന് കരുതി. അല്ല, മാലിന്യം സംസ്കരിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് പ്രണയത്തിൽ പോലും അപ്ലിക്കബിളായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് നേരെ മോദിയിലേക്ക് വരാം.
മോദിയുടെ ആദ്യത്തെ ഭരണപരിഷ്കാരം എന്താണ്? ശൗചാലയം. അതെവിടെ നിന്നാണ് വന്നത്? അത് ഗാന്ധിയിൽ നിന്ന് വന്നതാണ്. ഇനി അന്ത്യോദയം മോദി പറയുന്നത് അതെവിടെ നിന്നാണ് വന്നത്? ഗാന്ധിയിൽ നിന്നാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ലോകത്തിലുള്ള, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉറപ്പ് നൽകണം. അതാണ് വികസനം എന്ന് പറഞ്ഞത് ഗാന്ധിയാണ്. അത് ചെയ്ത് കാണിച്ചത് മോദിയാണ്. അപ്പം പിന്നെ എങ്ങനെ ഞാൻ മോദിയെ എതിർക്കും? എങ്ങനെയാണ് നമ്മൾ ഗാന്ധിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ പ്രയോഗിക്കുന്ന ഒരു മനുഷ്യനെ? രാമൻ രണ്ടുണ്ടോ ഒന്നേ ഉള്ളോ? അല്ല, രാമൻ ഒന്നേ. രാമൻ അഭിന്നനാണ്. രാമനെ നിങ്ങൾ പലതായിട്ട് കാണും, പക്ഷേ പലതായി കാണുന്ന രാമൻ അഭിന്നനാണ്. അല്ലാതെ രാമൻ അവിടെ വന്ന് ഇവിടെ വന്ന് എൻ്റെ രാമൻ എവിടെ? അല്ല, നിങ്ങളുടെ രാമൻ നിങ്ങളുടെ രാമൻ, എൻ്റെ രാമൻ എൻ്റെ രാമൻ. എല്ലാ രാമന്മാരുണ്ട്. ആ രാമന്മാരെല്ലാം അഭിന്നമാണ്. അപ്പോൾ രാമൻ്റെ ഒരു അഭിന്ന ഭാവത്തെയാണ് ഞാനതിൽ കാണുന്നത്. അത് അയോധ്യയാണെങ്കിലും അയോധ്യയിലും ഞാൻ പറയട്ടെ, അയോധ്യ ഈ അവിടെ തന്നെയാണോ രാമൻ ജനിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. എനിക്കറിയില്ല. അല്ല, അവിടെ ജനിച്ചത് തെറ്റാണോ എന്നോ? അല്ല, അവിടെ തന്നെയാണോ രാമൻ ജനിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അവിടെയാണ് രാമൻ ജനിച്ചത് എന്നുള്ളത് എത്രയോ സഹസ്രാബ്ദങ്ങളായി രാമായണം ഉണ്ടായ കാലം തുടങ്ങി മനുഷ്യരുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ആണോ ശരിയെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ വിശ്വാസമല്ലേ, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. മനുഷ്യൻ യുക്തിവാദം കൊണ്ട് മാത്രമല്ലോ ജീവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ. ഈ പ്രാണപ്രതിഷ്ഠ ഒരു മതരാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇപ്പോൾ മുസ്ലിം സഹോദരന്മാരും അവരുടെ കൂടെ ചേർന്നിട്ടുള്ള CPM കാരും ഒക്കെ പറയുന്നുണ്ട്. ഈ അവർക്ക് മതരാഷ്ട്രം ഉണ്ടോ ഈ പറയുന്നവർക്ക്? അതോ ആ വാദം ശരിയാണോ, വെറുതെ പറഞ്ഞു വരുന്നതാണോ? ഇല്ല, മതരാഷ്ട്ര ഒരു പ്രാണപ്രതിഷ്ഠ ഒരു സംസ്കാരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയാണ്. അത് രാമസംസ്കാരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയാണ്. രാമനെയും കൃഷ്ണനെയും മാറ്റിവെച്ചിട്ട് ഇന്ത്യയിൽ സംഗീതമില്ല, ചിത്രകലയില്ല, ശില്പകലയില്ല, സാഹിത്യമില്ല, തത്വചിന്തയില്ല. ഇതെല്ലാം നൃത്തമില്ല, നാടകമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത് ഇവിടെ മാത്രമല്ല, വയനാട്ടിലാണ് സീത ഉണ്ടായിരുന്നതെന്ന് വയനാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. കണ്ണൂരൊരു സ്ഥലത്താണ് സീത ഉണ്ടായിരുന്നതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ജഡായു പാറയിൽ ജഡായു വന്നിരുന്നു എന്ന് ചുരുങ്ങിയ പക്ഷം കുമ്മനം രാജശേഖരനെങ്കിലും പ്രചരിപ്പിക്കുന്നു. കണ്ണൂരായിരുന്നെങ്കിൽ അവർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. അല്ല, അത്ര ഇത്രയും വൈഡ് റേഞ്ചിൽ ഇന്ത്യയിൽ എല്ലായിടത്തും സാന്നിധ്യമുള്ള ഒരു കഥാപുരുഷനോ ചരിത്ര പുരുഷനോ ഇതിഹാസ നായകനോ ദൈവമോ വേറെയില്ല. ഇത്രയും പോപ്പുലറായിട്ടുള്ളത് അതൊരു സംസ്കാരമല്ലേ? അതെ. ആ സംസ്കാരത്തെ പുനഃപ്രതിഷ്ഠിച്ചതാണ് അവിടെ അയോധ്യയിൽ. എന്തിനാണ് ഇവർ ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത്? എനിക്ക് ഒരു മറുചോദ്യം ഉണ്ടല്ലോ. അതെന്തിനു ചെയ്തു? ഒരു രാജ്യം ആക്രമിക്കുന്നു, ആ രാജ്യം കീഴടക്കുന്നു. ആ രാജ്യത്തെ ജനതയുടെ രൂഢമൂലമായിരിക്കുന്ന വിശ്വാസത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ വേണ്ടി ഈ ബാബർ എന്തിനു ശ്രമിച്ചു? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവസാനം പ്രവാചകൻ ഈ വിഗ്രഹഭഞ്ജകനായിട്ട് വരുന്നുണ്ടല്ലോ യുദ്ധങ്ങൾക്കൊക്കെ ശേഷം. ആ മാതൃക സ്വീകരിച്ചതായിരിക്കുമോ? അല്ല, അത് പ്രവാചകൻ്റെ സ്ഥലത്ത് ചെയ്തോട്ടെ. ഇവിടെ നമുക്ക് വേറൊരു ജീവിതം ഉള്ളതല്ലേ. എന്തിനാണ് നമ്മുടെ വെക്കിട്ട് കയറാൻ വേണ്ടി വന്നത്? രാധാകൃഷ്ണൻ അത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊണ്ട് രാധാകൃഷ്ണൻ ഈ ലവ് ജിഹാദിനെ പറ്റി ഒരു പുസ്തകം എഴുതി ഇംഗ്ലീഷിൽ. ഒരുപാട് പേര് വായിക്കുകയൊക്കെ ചെയ്തു. രാധാകൃഷ്ണൻ പൊതുവേ ഈ മുസ്ലിം വിരുദ്ധനാണ് എന്ന് പുസ്തകം വായിച്ചിട്ട് പറയുന്നൊന്നുമല്ല, ഈ കുറേ സത്യം വിളിച്ചു പറയുന്നുണ്ടോ. ഇപ്പം തന്നെ പറഞ്ഞില്ലേ അധിനിവേശം, അവരെന്തിനാണ് വിഗ്രഹം തകർത്തതെന്നൊക്കെ ചോദിച്ചില്ലേ. രാധാകൃഷ്ണൻ ഒരു മുസ്ലിം വിരുദ്ധനാണോ? അല്ലല്ലോ. ഞാൻ ഇസ്ലാം ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് വന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബഹുസ്വരതയെക്കുറിച്ച്. നിങ്ങളത് വായിച്ചു നോക്ക്. ഇസ്ലാമിൽ അതുണ്ട്, ഇതുമുണ്ട്.
ഇതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അതില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് പ്രയാസം. അതുണ്ട്, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ എന്താ ഇവർ മടിക്കുന്നത്? ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്താണത് പറഞ്ഞാൽ പ്രശ്നം? ഇവരിപ്പോൾ ഗാന്ധിയെ കോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഗാന്ധി പറഞ്ഞത് ഏത് ഗ്രന്ഥത്തിൽ നിന്നും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും നിരക്കാത്ത യാതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്നാണ്. പ്രണയത്തെപ്പോലും നമ്മളൊരു മതപരിവർത്തനത്തിനുള്ള ടൂളാക്കി ഉപയോഗിക്കുന്നതിന് എനിക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഈ മോദി 2014 മുതൽ നമ്മുടെ ഇവിടെ ഭരിക്കുന്നു. അപ്പോൾ 10 കൊല്ലം ആയി. അദ്ദേഹം ഈ നെഹ്റു ഭരണകാലത്ത് നിന്ന് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ആ പ്രധാന വ്യത്യാസം? ഒന്ന്, നെഹ്റു അടിമുടി യൂറോസെൻട്രിക് ആയിരുന്നു. സെക്യുലർ അല്ലല്ല, അടിമുടി യൂറോസെൻട്രിക് ആയിരുന്നു. നെഹ്റു ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഓതറെ കോട്ട് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാമനിത് വായിച്ചിട്ടുണ്ടല്ലോ. നെഹ്റു മരിക്കുന്ന സമയത്ത് വെച്ചിരുന്ന പുസ്തകത്തിൽ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ളതാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ. അതൊരു മഹത്തായ കവിതയാണെന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല. പക്ഷേ നെഹ്റു അത് വെച്ചിരുന്നതിൻ്റെ പേരിൽ അത് മഹത്താണ് എന്ന് ഇവിടെ സാഹിത്യകാരന്മാർ പലരും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെച്ചിട്ടുണ്ടോ? നെഹ്റു ഇന്ത്യയെ കണ്ടെത്തുക ചെയ്തത്. നിങ്ങളിലൊരു ഇന്ത്യ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. അത് അറിയിക്കല്ലേ, വെളിവാക്കിയല്ലേ വേണ്ടത്. പുറത്തുനിന്ന് വരുന്ന ഒരാളാവുമ്പോൾ കണ്ടെത്തേണ്ടി വരും. അതിൻ്റെ കാരണം നെഹ്റുവിനെ സ്വാധീനിച്ചിട്ടുള്ള സംജ്ഞകൾ മുഴുവനും യൂറോസെൻട്രിക് ആയിട്ടുള്ള ചിന്തയിൽ നിന്നും ഉടലെടുത്ത കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഗാന്ധി നെഹ്റുവിനെ പ്രധാനമന്ത്രിയായിട്ട് എടുത്തതിൻ്റെ അകത്തൊരു പാളിച്ച വന്നിട്ടുണ്ടോ? അല്ല, ഗാന്ധി എവിടെയെങ്കിലും പറഞ്ഞതിൻ്റെ തെളിവുണ്ടോ? അല്ല, പട്ടേലിനെ ഒരുപാട് അല്ലല്ല, പ്രിൻസ്റ്റൺ ഗ്രീവ്സ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, അങ്ങേരാണ് ഈ തിയറി കൊണ്ടുവന്നത്. പാറ്റ്നയിൽ നടക്കുന്ന ഒരു യോഗത്തിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഉപശാലയിൽ വെച്ച്, സൈഡ് ലൈൻസ് ഉപശാലയിൽ വെച്ച് ഇയാളോട് ഗാന്ധി പറഞ്ഞു എന്ന് ഇയാളാണ് പറയുന്നത്. 46 ജേർണലിസ്റ്റുകൾ, ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റുകളാണ് ഒരുമിച്ചാണ് ഗാന്ധിയെ കാണുന്നത്. ഈ ബാക്കി 45 പേരും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഇയാൾ മാത്രം എങ്ങനെ എഴുതി? അപ്പോൾ അതിലൊരു കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അതിൽ ഇയാൾ പിന്നീടാണ് ഇതിനെക്കുറിച്ച് പറയുന്നതും. ഇനി ഗാന്ധിയുമായിട്ട് അങ്ങർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറയുന്നതല്ല രാമ, നെഹ്റു പറഞ്ഞതാണ് 1927. എനിക്ക് നിങ്ങളുടെ ഗ്രാമസ്വരാജിൽ വിശ്വാസമില്ല, എനിക്ക് അഹിംസയിൽ വിശ്വാസമില്ല, ചർക്ക നൂറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല, ഹിന്ദു മുസ്ലിം മൈത്രി എന്നതിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമുള്ളത് പാശ്ചാത്യ സെക്കുലറിസത്തിലും സോഷ്യലിസത്തിലും, റഷ്യൻ സോഷ്യലിസത്തിലുമാണ് എന്ന് നെഹ്റു എഴുതി അറിയിച്ചിട്ടേക്കണാണ്. ഗാന്ധിക്ക് കത്തെഴുതിയേക്കണാണ്, അല്ലാണ്ട് ചെറുത് ഞാൻ പറയുന്നതല്ല. അഹിംസയിലും സത്യത്തിലും അതിൻ്റെ പ്രവർത്തനത്തിലും വിശ്വാസമില്ലാത്ത ഒരാളെ വേറെ എന്ത് പേര് വിശേഷിപ്പിച്ചാലും ഗാന്ധിയനൊന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? പറയൂ. ഇല്ലല്ലോ. നെഹ്റു ഗാന്ധിയനല്ലോ, സെക്കുലർ അല്ലേ? സെക്കുലറായിരുന്നു. ആ പാരഡൈം മാറി. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? റെട്ടറിക്കായിരുന്നു. ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ഫ്രം ദ റെട്ടറിക് ടു ഡെലിവറി. ആ ഡെലിവറിയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മറ്റത് റെട്ടറിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റേ MS സുബ്ബലക്ഷ്മിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വാചകമടി, വെറും വാചകമടി, ഈ സംഗീത ചക്രവർത്തിനിയുടെ മുന്നിൽ ഞാൻ ആര്, ഞാൻ വെറും ഒരു പ്രധാനമന്ത്രി, ഈ എന്താണ് ഇതൊക്കെ മഹത്താണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു നടന്നവരെ വേണം ആദ്യം തന്നെ ചാട്ടവാറിനടിക്കാൻ. കാരണം ഇതെന്താണ് ചുമ്മാ ഒരു ഈ എന്താണ് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വാക്കുന്ന പ്ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ്. പ്ലാറ്റിറ്റ്യൂഡ് അർദ്ധസത്യമല്ല, അസത്യം അർദ്ധസത്യം എന്നൊക്കെ പറയുന്നു. ഈ പ്ലാറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർഷകൻ അതാണ്, കർഷകൻ ഇതാണെന്ന് പറയാം, അതിനുവേണ്ടി ഒന്നും ചെയ്യില്ല.
ആകെ ഉണ്ടായിരുന്ന ആ പഞ്ചവത്സര പദ്ധതി ആ സോവിയറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് പകർത്തി വെക്കുക എന്നുള്ളതാണ്. അതെ, പല ഘട്ടങ്ങളിലും സോവിയറ്റ് യൂണിയന്റെ പാവയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ അവസാനം ഇന്ദിരാഗാന്ധി കോൺഗ്രസിന് ഭൂരിപക്ഷം ഉള്ളപ്പോൾ CH രാമയ്യനെ മുഖ്യമന്ത്രിയായി വെക്കുന്നത് വരെ തുടരുന്നുണ്ട്. അല്ല, അതിനു മുമ്പ് 67-ലല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുത്തത്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ലേ? ഈ പാലക്കാട് നിന്നുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അതിൻ്റെ ആദ്യത്തെ രജിസ്ട്രാർ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. വൈസ് ചാൻസലർ, രജിസ്ട്രാർ, പ്രൊഫസർമാർ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. വിദ്യാർത്ഥികളും കമ്മ്യൂണിസ്റ്റായിരുന്നു. ഇന്ദിരാഗാന്ധി കൊടുത്തതാണ്. ഈ മോദി ഓരോ കാര്യങ്ങളിങ്ങനെ ക്ഷേത്രം, ഇനിയിപ്പോൾ മധുര, ജ്ഞാൻബാബി, കാശി, ഇതെല്ലാം കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളുടെ കാര്യമൊക്കെ നിൽക്കുമോ? അത് വേറെ സർവേ ഒക്കെ നടക്കുന്നുണ്ട്. അല്ല, ക്ഷേത്രങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ വരുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു ചിന്തയുമില്ല. ഉള്ള ക്ഷേത്രങ്ങൾ തന്നെ ഇപ്പോൾ ധാരാളം ഉണ്ട്, അതങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ മറ്റതങ്ങനെയല്ല. മറ്റത് എന്തിനു നശിപ്പിച്ചു എന്ന് അതിനൊരു ഉത്തരം പറയൂ. നിങ്ങൾ എന്തിനാണ് ഇന്ത്യയിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും അതിൻ്റെ പുറത്ത് പള്ളി പണിയുകയും ചെയ്തു? നിങ്ങൾക്ക് പള്ളി പണിയാൻ കണ്ട് മാറ്റി പണിയാമായിരുന്നല്ലോ. എന്തിന് ഈ ക്ഷേത്രം തന്നെ തകർത്ത് പള്ളി പണിയണം എന്ന് തീരുമാനിച്ചു? ചിലവ് കുറയില്ലേ? അല്ല, തകർക്കുന്നതിൻ്റെ ചിലവും കൂടി വരുമല്ലോ. അപ്പോൾ ചിലവ് കൂടെയല്ലേ ഉള്ളത്? തൂണുകളൊക്കെ പഴയതൊക്കെ, തൂണുകളൊന്നും പഴയത് കിട്ടിയാലും പറ്റില്ലല്ലോ. ഇതൊക്കെ ഇളക്കി കളയണ്ടേ? എന്തിനത് ചെയ്തു? അതിനൊരു ഉത്തരം വേണ്ടേ? എന്താണ് ഇവരാരും അത് ചോദിക്കാത്തത്? നിങ്ങളെന്താ ചോദിക്കാൻ മടിക്കുന്നത്? അതിന് ഒരു ന്യായം പറയുന്നത്, ഈ തകർത്തതും പിന്നെ ക്ഷേത്രം തകർത്തതും പിന്നെ ബാബറി പള്ളി വരുന്നതും തമ്മിൽ 400 വർഷത്തെ വ്യത്യാസമുണ്ടെന്ന് TM കൃഷ്ണയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു. ആ എഡിറ്റർ അറ്റ് ലാർജ് ജോലി ചെയ്യുന്ന സ്ഥലമില്ലേ, ടെലഗ്രാഫ്, അതിൽ എഴുതിയിരുന്നു അദ്ദേഹം. അല്ല, അതിപ്പോൾ ഞാൻ ചോദിക്കണ എത്ര കൊല്ലം എടുത്തുന്നതിനെ കുറിച്ച് തർക്കിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പറയണത്, നിങ്ങൾ എന്തിനിത് തകർത്തു? എന്നിട്ട് എന്തിനാ അവിടെ ഒരു ക്ഷേത്രം പണിതു? തകർത്തല്ലോ. 2000 ക്ഷേത്രം തകർത്തില്ലേ ഔറംഗസേബ്? അല്ല, തകർത്തല്ലോ. അല്ലെങ്കിൽ പറയാം ഞങ്ങളൊന്നും തകർത്തിട്ടില്ല, ഞങ്ങൾ അത് പറയാൻ തയ്യാറല്ലല്ലോ. കേരളത്തിൽ പോലും ഉണ്ടല്ലോ. കേരളത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഹൈദരാലിയുടെ കാലത്തും ടിപ്പുവിൻ്റെ കാലത്തും ഒക്കെ എന്തിനാണ്? ഇനി ഹിന്ദുക്കൾ എത്ര പള്ളി തകർത്തിട്ടുണ്ട്? അതിൻ്റെ ഒരു കണക്കും കൂടി വെക്ക്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇല്ലല്ലോ. അപ്പോൾ എന്തിനാ തകർക്കുന്നത്? നിങ്ങൾ ആ തകർത്തതിൻ്റെ കാരണം പറയൂ. ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് തകർത്തു. അപ്പോൾ നിങ്ങൾ ഇനിയും തകർക്കുമോ? ആ ചോദ്യമില്ലേ? അതെന്തിനാ? ക്ഷേത്രങ്ങളും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ കൺവെർഷൻ ഉണ്ടല്ലോ, മതം മാറ്റം എളുപ്പമാവെന്ന് കരുതിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇസ്ലാമൈസേഷൻ അവരുടെ മതത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. യോജിച്ചതാണെന്ന് അവർ പറയട്ടെ. ഇപ്പോഴുള്ള മുസ്ലിങ്ങളെ കുറിച്ചല്ല ഞാനീ പറയണത്. ആ ഇസ്ലാമൈസേഷൻ എന്നൊരു ചിന്ത പ്രചരിപ്പിക്കുന്നവർ രാജ്യത്തോടും ലോകത്തോടും തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് ഞാൻ പറയും. ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ എന്തെങ്കിലും വിശ്വാസം രാധാകൃഷ്ണനുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് മാത്രമല്ല, ഈ സെക്യുലർ എന്നുള്ളത് ഒരു വലിയ അപകടം പിടിച്ച ടേമാണെന്ന് ആദ്യം എൻ്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവരുന്നത് T.S. എലിയറ്റാണ്. T.S. എലിയറ്റ് ആധുനിക കവിതയെക്കുറിച്ച് നടത്തുന്ന രാമൻ വായിച്ചിട്ടുണ്ട്, ആ സുദീർഘമായ എസ്സയിൽ. അതിനെക്കുറിച്ച് ഇദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് സെക്കുലറാണെന്നുള്ളതാണ്. എന്തെന്ന്? ആ കവിത സെക്കുലർ എന്ന് പറഞ്ഞാൽ അനീശ്വരം എന്നാണ് അർത്ഥം. ദൈവമില്ല എന്നുള്ളതാണ്. ആ വാക്കുണ്ടാക്കിയ ഹൊളോക്കയുടെ അയാളും ഈ നിരീശ്വരവാദിയായിരുന്നു. അനീശ്വരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സെക്കുലർ എന്ന് പറയുന്നത് അനീശ്വരം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, രാമനാണ് ഈ കക്ഷിയെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഈ വാക്കുണ്ടാക്കിയ ആളാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലക്ക് കണ്ടെത്തിയതാണെന്നും പറഞ്ഞിട്ടൊരു പ്രകടനം ഒരു ചാനലിൽ നടത്തുന്നത്. അതെ ഞാൻ കണ്ട്. എന്തിനാണ് ഈ ഒരാൾ നമ്മളല്ല വേറൊരാളാണ് അത് കണ്ടെത്തിയതെന്ന് പറയുന്നതിൽ നമുക്ക് എന്താ പ്രശ്നമുള്ളത്? എല്ലാ കാര്യങ്ങളും ആദ്യം കണ്ടെത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരശ്ശേരി സെക്കുലർ ആണല്ലോ. അതെ, വല്ല സംശയം എനിക്ക് ആ കാര്യത്തിലില്ല. ഞാനല്ല. കാരണം എനിക്ക് ദൈവമുണ്ടെന്ന് വളരെ ഉറപ്പാണ്.
അപ്പോൾ പിന്നെ ഞാനെങ്ങനെ സെക്കുലറാകും? അല്ല, അത് സെക്യുലറാണെന്ന് പറയുന്ന മാർക്സിസ്റ്റുകളും പോയി തുലാഭാരം അവർ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ പരസ്യമായിട്ടാണ്. എനിക്ക് ദൈവം ഉണ്ടോയെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന്. മനുഷ്യന് നിലനിൽക്കാൻ ഇതൊക്കെ വേണ്ടേ? മനുഷ്യന് നിലനിൽക്കണ്ടേ? ഇപ്പോൾ ഒരാൾക്ക് മാതാ അമൃതാനന്ദമയി അമ്മയെ കണ്ടു കഴിഞ്ഞാൽ മനസമാധാനം കിട്ടുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞാൽ, അത് അയാളുടെ അനുഭവമാണെന്ന് പറഞ്ഞാൽ, നിങ്ങളെങ്ങനെയാണ് അതിനെ എതിർക്കുക? നിങ്ങളുടെ അനുഭവം അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് പറയാം, എൻ്റെ അനുഭവം അങ്ങനെ അല്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? അതെ, നിങ്ങൾക്ക് പറയാം രാധാകൃഷ്ണ എൻ്റെ അനുഭവം അങ്ങനെയല്ല, ഓക്കെ. പക്ഷേ എൻ്റെ അനുഭവം അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പാടില്ല എന്ന് പറയാൻ ഹു ആർ യു? അതുകൊണ്ടാണല്ലോ ഈ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും, ഓപ്പൺഹൈമർ, മാക്സ് പ്ലാങ്ക്, നീൽ ബോർ, എല്ലാവരും ഈ ഇസൻബർഗാണ് അത് കൊണ്ടുവരുന്നത്. കാരണം അങ്ങനെ ഇതിൻ്റെ സൂക്ഷ്മത്തിലേക്ക് പോകുന്തോറും ഇതിൻ്റെ ഈ സങ്കീർണത അവരെ അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യസന്ധരാണ് അവരെ. കാരണം ഒരു ശാസ്ത്രജ്ഞൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അനുഭവത്തിനനുസരിച്ച് സിദ്ധാന്തം മാറും എന്നുള്ളതാണ്. അതെ, അവർ ഈ ബ്രാഹ്മൺ ഹെഗമണി ഒന്നും പറയാതെ ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അതെ, ഭഗവത്ഗീത കോട്ട് ചെയ്യുന്നുണ്ട്, ആറ്റം ബോംബ് പൊട്ടിക്കുമ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ TS എലിയറ്റ്, അത് ഒക്കെ വേസ്റ്റ്ലാൻഡിൽ അല്ല. അത് മാത്രമല്ല, TS എലിയറ്റിൻ്റെ ചിന്തയിൽ ഇത് കടന്നു വരുന്നുണ്ട്. ഞാൻ കണ്ടേക്കണ ഏറ്റവും വലിയൊരു കവി എന്ന് പറയാവുന്നു. കാരണം ഒരു കാര്യമൊന്നും രാമനൊന്ന് ആലോചിച്ച് നോക്ക്, എലീറ്റിൻ്റെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല ഈ കാലത്തും. വെർ ഈസ് ദ ലൈഫ് ദാറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ലിവിങ്? വെർ ഈസ് ദ വിസ്ഡം ദാറ്റ് ഈസ് ലോസ്റ്റ് ഇൻ നോളജ്? വെർ ഈസ് ദ നോളജ് ദാറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻ? The cycles of 20th century civilization brings us farther from heaven and farther to dust. This is the way the world ends. This is the way the world ends. This is the way the world ends. Not with a bang, but with a whimper. ഒന്ന് ആലോചിച്ച് നോക്ക്. കിടുങ്ങിയിട്ടുണ്ട് ഞാനത് വായിച്ച്. എല്ല് കിടുങ്ങി പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ man is created in the image of God from dust. Man through his actions reduced himself to dust. And he was elevated to heaven by God. Man left heaven and he is crawling on the earth. അപ്പോൾ ഇവർ TS എലിയറ്റ് മോശം കവിയാണെന്ന് പറയും. എനിക്കതല്ല. അനുഭവത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഒപ്പീനിയൻ മാറുന്നതാണ് ശാസ്ത്രം എന്നുണ്ടെങ്കിൽ, അമൃതാനന്ദമയി അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരുത്തന്നെ മനസമാധാനം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് നിരാകരിക്കുന്നത്? പല തരത്തിൽ. ഇപ്പം ഒരു രമണ മഹർഷിയുടെ അടുത്ത് പോയിട്ട് വെറുതെ ഇരിക്കുന്നു. പക്ഷേ അവിടെ പോകുന്ന ഒരാളും വെറുതെ ഇരുന്ന് തിരിച്ചു വരുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, പോയവർക്കറിയാം. അപ്പോൾ ഇത് ഒരു മനുഷ്യൻ്റെ അനുഭവം ഇതാണെന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള വിനയം നിങ്ങൾക്കുണ്ടാകണം. അതിന് പകരം ഈ ഹിന്ദുധർമ്മം, സനാതനധർമ്മം, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ശങ്കരക്കുറുപ്പ് മാഷ് കമ്മ്യൂണിസം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ഭോഷ്കാണതൊക്കെ. പക്ഷേ ശിവതാണ്ഡവം ഫ്ലോറിയെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്, ഫ്ലോറിയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ക്ഷമിക്കാം, ശിവതാണ്ഡവം എഴുതിയൊരു കവി അതും കൂടി എഴുതിയതിൻ്റെ പേരിൽ ശിവതാണ്ഡവത്തിൻ്റെ പേരിൽ കുറുപ്പ് മാഷുടെ എല്ലാ മോശം കവിതകളെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇമ ചിമ്മി ചിമ്മി നോക്കി നിന്നുപോയി ഞാൻ മൂവന്തിക്ക് ആ കമനീയ നടനലീല വിതതമാം വ്യോമകേശം പാറിയിടുന്നു, കെട്ടഴിഞ്ഞു ചിതറുന്നുണ്ട് ആ നക്ഷത്ര രുദ്രാക്ഷമാല, ആടി ഉലഞ്ഞൊരു പുറത്തേക്ക് ചാഞ്ഞ് കിടക്കുന്നു ചൂടിയൊരമ്പിളിക്കല ഹർഷവിഹ്വലം. എന്താണിത്? നാരായണ ഗുരുവിൻ്റെ ചില കവിതകൾ ഓർമ്മ. അമ്മേ ലീലാവടം ജനനിമൈ അതിനൂലാലമെയ്യും ഒരു ലീലാപടം ഭവതിമെയ് മേലാകമൂടും അതിനാൽ നേരെ ആരുമറിവിയില്ല ആഗമാന്ത നിലയെ ജനനീ നവരത്നമഞ്ജരി.
ഈ പ്രപഞ്ചത്തേക്ക് ഇങ്ങനെ കണ്ട ഒരു മനുഷ്യൻ്റെ അനുഭവം നമ്മളിലേക്ക് കവിതകളിലൂടെ കടന്നു വരുമ്പോൾ അത് വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റമുണ്ടല്ലോ, ആ മാറ്റത്തെ കമ്മ്യൂണിസം അംഗീകരിക്കുന്നില്ല, പാശ്ചാത്യരും അംഗീകരിക്കുന്നില്ല. ശരിക്കും ഈ ഹിന്ദുത്വം ഉറപ്പിച്ച മനുഷ്യരാണ് ഈ നാരായണ ഗുരുവും കുമാരനാശാൻ. ഉറപ്പ്, ഒരു സംശയവും വേണം. അതെ, അതിൽ കുമാരനാശാൻ എന്താ പറയണ്ടത്, കറ തീർന്ന ഹിന്ദുവാദിയാണ്, ഒരു സംശയവും വേണ്ട. ശ്രീബുദ്ധനെ പോലും അദ്വൈത വേദാന്തിയായിട്ട് അവതരിപ്പിക്കാൻ അങ്ങേർക്ക് കഴിയൂ. അങ്ങനെ ശ്രീബുദ്ധനെ അദ്വൈത വേദാന്തിയാക്കി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. നിർഭാഗ്യവശാൽ അവർ രണ്ടുപേരെയും മാർക്സിസ്റ്റുകളായിട്ട് അവതരിപ്പിക്കാനാണ് മറ്റേ EMS ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്, പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ആയതിനാൽ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. ആയതിനാൽ എന്നുള്ളതിലാണ് വരുന്നത്. കുറേ കാലം രാധാകൃഷ്ണൻ ഈ കപടമതേതരവാദികൾ ഇങ്ങനെ എല്ലാത്തിനെയും ഈ അങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നു, ഇവർ മാർക്സിസ്റ്റുകളാണെന്നും പറഞ്ഞിട്ടുമൊക്കെ. അതിൽ വലിയൊരു വ്യത്യാസം വരുന്നതാണ് ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞ ആശയം ആയിട്ട് വരുന്നത്. അപ്പോൾ ഹിന്ദുമതധർമ്മം, സനാതനധർമ്മം എന്ന് പറയുന്നതൊക്കെ ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് എന്തൊരു അശ്ലീലമാണ് എന്നുള്ള മട്ടിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സംഗി എന്നൊക്കെ പറയുന്ന ചാണകം, ഇങ്ങനെ ചില വാക്കുകൾ വെച്ചിട്ട് ഇത് ശരിക്കും അതിൻ്റെ ഒരു അവസാനത്തിൽ എത്തി നിൽക്കുകയല്ലേ? അല്ല, അങ്ങനെയല്ല. ഈ ഇന്ന് ലോകത്തെവിടെയാണ് ഒരു സിദ്ധാന്തം എന്ന നിലക്ക് കമ്മ്യൂണിസത്തെ അംഗീകരിച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിലാണല്ലോ കമ്മ്യൂണിസം അവശേഷിക്കുന്ന. അതിൻ്റെ പിതൃഭൂമിയായ ജർമ്മനിയിലില്ല, ഇല്ല, യൂറോപ്പിലില്ല, റഷ്യയിൽ ഇല്ല, ചൈനയിലുള്ളത് ഒന്നുമല്ല. ഇപ്പോഴത്തെ ഒരു മറ്റേ ഇതാണ് എന്താ പ്രാഗ്മാറ്റിസം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം എന്താണ്, പൂച്ച കറുത്തതാണോ വെളുത്താണോ നോക്കേണ്ട എലിയെ അത് പ്രാഗ്മാറ്റിസമാണ്. ഈ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സിദ്ധാന്തമാണ്, അമേരിക്ക കണ്ടെത്തിയതാണ്. ആ പ്രാഗ്മാറ്റിസമാണ് ഇവർ അവതരിപ്പിച്ചിട്ട് ഇത് വരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ആയിക്കോട്ടെ, നമുക്കതിനകത്ത് വിരോധമൊന്നുമില്ല. എവിടെയാണുള്ളത്? കമ്മ്യൂണിസം ഈസ് ഡെഡ് ആൻഡ് ഗോൺ. കേരളത്തിൽ രാമനറിയാലോ, രാമനിത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും കേരളത്തിലെ പാർട്ടി ബന്ധങ്ങളെയും ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റും ചരിത്രകാരനുമാണ് രാമൻ. ആ മറ്റേ ചുറ്റികയും നക്ഷത്രവും മുതൽ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഞാനും വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് നിങ്ങളുടെ അത്. രാമനറിയാലോ, ഇന്നിപ്പോൾ ആരാണ് കമ്മ്യൂണിസം ഗൗരവമായി എടുക്കുകയും പറയുകയും ചെയ്യുന്നത്? MP ഗോവിന്ദനാന്ന് തോന്നുന്നു. അത് പിന്നെ ആർക്കും മനസ്സിലായില്ലല്ലോ. ബാക്കി ജയരാജൻ പറയുന്നതല്ല എല്ലാവരും പറയുന്നത്. EP ജയരാജൻ സത്യസന്ധനാണ്, ജയരാജൻ ആ കാര്യത്തിൽ. ഗോവിന്ദ മാഷ് എന്താ പറയണമെന്ന് ഗോവിന്ദ മാഷ്ക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയാൻ പറ്റില്ല. അതല്ല, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആരാണ് പറയുന്നത്? അത് പക്ഷെ കേട്ടിട്ട് മനസ്സിലാകാത്ത കൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ സൈദ്ധാന്തികൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ മാർക്സിസത്തെക്കുറിച്ചും അതിൻ്റെ തത്വത്തെക്കുറിച്ചും പറഞ്ഞിട്ട് ചുരുങ്ങിയതൊരു 15 കൊല്ലമായിട്ടില്ലേ? ഒരുപാടായി. മിണ്ടാറില്ല. പിന്നെ ഇടയ്ക്ക് MA ബേബി പറയും, ഭാഗ്യവശാൽ ആർക്കും മനസ്സിലായില്ല. അത് സവർക്കർ മാപ്പ് പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി വർഗശത്രുക്കളെ ഉന്മൂലനാശം വരുത്തേണ്ടതാണ് നമ്മുടെ കടമ, അതിലൂടെ വിപ്ലവം വരുത്തണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരാളും പറയുന്നില്ല. ഇപ്പോഴത്തെ വിപ്ലവം എന്ന് പറഞ്ഞാൽ നിരപരാധികളെ തല്ലിക്കൊല്ലലാണ്. അത് ഇന്നു തുടങ്ങിയല്ല കേട്ടോ. ഈ തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരിലൊക്കെ ഒരാളായിരുന്നു നയനാർ. ഈ നയനാരുടെ ഏറ്റവും വലിയ വൃത്തികേട് ആ മറ്റേ സമരത്തിൽ പുള്ളി അങ്ങനെ ഇല്ല അതിനകത്ത്. ആ ഒരു പാവം പോലീസുകാരൻ കള്ളു കുടിച്ച് വന്ന ഒരു പോലീസുകാരൻ പേടിച്ച് പുഴയെ ചാടിയപ്പോൾ അയാളെ കല്ലെറിഞ്ഞ് കൊന്നത് ഒരു മഹാവിപ്ലവമാണെന്നും ആ വിപ്ലവത്തിൽ താൻ പങ്കാളിയാണെന്ന്, എന്താണ് എൻ്റെ പേര്, കയ്യൂർ സംഭവം ആണ് എന്ന് വ്യാജ ചരിത്രം ഉണ്ടാക്കിയതാണ് ഇദ്ദേഹം. പുന്നപ്ര വയലാർ നടക്കുന്ന സമയത്ത് അച്യുതാനന്ദൻ എവിടെയായിരുന്നുള്ള കാര്യം ഇനിയും ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതാണ്. പക്ഷേ പുന്നപ്ര വയലാർ സമരനായകനെന്ന് അച്യുതാനന്ദൻ അവതരിപ്പിക്കപ്പെടുന്നു. ജോർജിനെ അറിയായിരിക്കും, പൂഞ്ഞാറിലാണെങ്കിൽ PC-ക്ക് അറിയാൻ പറ്റും. PC-യോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കും ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അപ്പോൾ
ഇവരെല്ലാം വ്യാജ ചരിത്രം നിർമ്മിച്ചിട്ട് ആ വ്യാജ ചരിത്രത്തിൻ്റെ നേതാക്കളായിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ വ്യാജ ചരിത്രത്തിൻ്റെ നേതാക്കളായിട്ട് വരുമ്പോൾ ഇവരായിരിക്കും ലോകത്തിലെ ഏറ്റവും മഹാന്മാരാണെന്ന് പറയുന്നത്. ലോക ചരിത്രകാരൻ ആര്? ലോകത്തിലെ ഏറ്റവും പ്രമുഖയായ ചരിത്രകാരിയാണ് റോമില താപ്പർ എന്ന് ഇവർ പറയുകയും അവരുടെ പുസ്തകം എന്തൊരു വിഡ്ഢിത്തമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വിഡ്ഢിത്തം എന്നല്ലാണ്ട് വേറൊരു വാക്ക്. കാരണം അവർ എനിക്ക് നിശ്ചയമുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതാണ് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കൾച്ചറൽ പാസ്. കാരണം അത് മഹാഭാരതത്തിൽ നിന്നൊക്കെയുള്ള ഭാഗം എടുത്ത് ചരിത്രമായിട്ടൊക്കെ എഴുതി വരുമ്പോൾ മറ്റേ പറയുന്നൊന്നും ശരിയല്ല. വിശ്വാമിത്രൻ മറ്റേ ചാളയിൽ പോയി ഭക്ഷണം കട്ട് തിന്നുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ജാതി ഉണ്ടെന്ന് സ്ഥാപിക്കാനാണ്. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തർക്കത്തിന് വേണ്ടി അത് അംഗീകരിക്കാൻ നോക്ക്. അപ്പം നിങ്ങൾ വ്യാസനെ എങ്ങനെ വ്യാഖ്യാനിക്കും? ഇനി വ്യാസൻ പിന്നെ മുക്കുത്തിയുടെ മകനാണെന്ന് പറയാം. പരാശരൻ പറച്ചിയുടെ മകനല്ലേ? അത് നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കും? മാതങ്കൻ അല്ല, രൊയ്ക്കൻ. ഋഗ്വേദത്തിലുള്ള രൈക്വൻ. രൈക്കൻ എന്ത് ചെയ്യും? രൊയ്ക്കൻ തപസ് ചെയ്തപ്പോൾ വിജ്ഞാനത്തിൻ്റെ മഹാസരസ്വതി അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഒഴുകിപ്പോയി എന്ന കാവ്യഭംഗിയിലാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. ഇവരെന്താ ഇവർ കൗണ്ടർ ഇൻസിഡൻസ് പറഞ്ഞാൽ പറയും അത് മറ്റേ എന്താണ് എക്സെപ്ഷൻസ് ആണ്, അതൊരു പൊതു തത്വമല്ല എന്ന് പറയും. അതെ, മോദിയും മറ്റേ നമ്മുടെ രാഷ്ട്രപതി മുർമു ഒക്കെ ഉള്ള സമയത്തും ഈ BJP ബ്രാഹ്മിൻ ഹെഗമണി ആണ്. അതല്ലെന്ന് ഇത് BJP ബ്രാഹ്മിൻ ഹെഗമണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ. ഇപ്പോൾ ക്ഷേത്രപ്രവേശനത്തിനെ പറ്റി രാധാകൃഷ്ണൻ റിവീലിംഗ് ആയിട്ടൊരു ലേഖനം എഴുതിയിരുന്നല്ലേ? ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞാൽ ആരുടെ ക്ഷേത്രം ആർക്ക് പ്രവേശനം കൊടുത്തു അറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ 1937 അല്ലേ? 1936 അന്നത്തെ മഹാറാണി ഇത് തുറന്നു കൊടുത്തപ്പോഴാണ്. തുറന്നു കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാറാണിയൊന്നുമല്ല, തുറന്നു കൊടുക്കാനുള്ള കാരണം സർസിപിയാണ്. കാരണം വ്യാപകമായ രീതിയിൽ അവിടെ മതം മാറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മതം മാറ്റത്തെ തടയുന്നതിന് ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ക്ഷേത്രപ്രവേശനം ഉണ്ടായി എന്നും അന്നാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഹിന്ദുക്കൾക്ക് ഈ പിന്നാക്ക ജനവിഭാഗം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതെന്ന് ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നുണ്ട്. ശുദ്ധമായ കളവ്. അപ്പോൾ ശ്രീനാരായണൻ ഗുരുദേവൻ പോയി താമസിച്ച് പഠിച്ച വാരണപ്പള്ളിയിലെ ക്ഷേത്രവും ശിവക്ഷേത്രവും പിന്നെ മറ്റേ എങ്ങനെയില്ലേ താൻ കണ്ടെത്തിയ ഒരു ഓമലിൻ്റെ ശിവക്ഷേത്രം, പിന്നെ മറ്റേ നാരായണഗുരു പണിയുന്നതിന് മുമ്പാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്ക്. അതൊക്കെ പോയിക്കോട്ടെ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള കുരുംബക്ഷേത്രങ്ങൾ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കുരുംബക്ഷേത്രങ്ങൾ, വനദുർഗക്ഷേത്രങ്ങൾ, ഇതെന്താ ഇവർ പറയുന്നത്? ക്ഷേത്രപ്രവേശനം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക എന്നൊരു കൃത്യം നിർവഹിച്ചു എന്നല്ലാണ്ട് അതൊരു മഹത്തായ കാര്യമല്ല. അതൊരു മഹത്തായ കാര്യമേ അല്ല. പക്ഷേ ഈ വസ്തുതകൾ ഒന്നും കണക്കിലെടുക്കാതെയാണ് ജാതി ഒരു ഘടകമാണെന്ന്. അവർണർ പ്രവേശിപ്പിച്ചിരുന്നില്ല ക്ഷേത്രങ്ങളിൽ അവർണരെ എന്നാണ്. പക്ഷെ അവർണരുടേതായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കാളികുളങ്ങര ക്ഷേത്രം ഈഴവരുടേതല്ലേ? 300 കൊല്ലം പഴക്കമുണ്ട് ശ്രീനാരായണ ഗുരു ചെല്ലുമ്പോൾ. ആ ക്ഷേത്രം ശ്രീനാരായണ ഗുരുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൽ പുലയരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. അവിടെ പുലയരുമായി കയറിയതിൻ്റെ പേരിലാണ് ശ്രീനാരായണ ഗുരുവിനെതിരെ കേസ് കൊടുത്തത്. വടക്കംപറവൂര് കാളികുളങ്ങര ക്ഷേത്രം. ഞാൻ പറയണ ഈ ഒറ്റ കാര്യം സമൂഹത്തിലെ 15% വരുന്ന ബ്രാഹ്മണരും മാത്രം ജാതി ആചരിച്ചിരുന്നുവെങ്കിൽ ജാതി നിലനിൽക്കുമായിരുന്നില്ല. അത് വാസ്തവം. ബാക്കി 85% പേരും ഇതങ്ങനെയല്ല. ഓരോ ജാതിയും ഉപജാതിയും ജാതി വിവേചനം ആചരിച്ചിരുന്നു എന്ന സത്യം നിഷേധിക്കാൻ കഴിയില്ല. അതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? വസ്തുതയല്ലേ, വസ്തുത എങ്ങനെ നിഷേധിക്കും? ഇവർ ഇതിനെയൊക്കെ നിഷേധിച്ച് പോവുകയാണ്. അപ്പോൾ ഈ റോമില താപ്പർ വിഡ്ഢിതങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ആ റോമില താപ്പർ ലോകം കണ്ട ഏറ്റവും വലിയ ചരിത്രകാരിയാണെന്നും പറഞ്ഞാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പണിക്കരോട് ചോദിച്ചാൽ പണിക്കർ പറഞ്ഞു തരും. KN പണിക്കർ. പക്ഷെ പണിക്കരുടെ ഈ
എഗെയിൻസ്റ്റ് ദ ലോഡ് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ മാപ്പിളകളുടെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് അവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായത്. അക്രമങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അവസാനം ഈ നിഗമനമാണ് അതുകൊണ്ട് ഇത് കാർഷിക വിപ്ലവമായിരുന്നു മാപ്പിള ലഹള. അത് പറയുന്നിടത്താണ് കുഴപ്പം. രാധാകൃഷ്ണൻ പോഞ്ഞിക്കൽ റാഫിയുടെ കൂടെ കണ്ടിട്ടില്ലേ? ഓ, റാഫി സാറിനായിട്ട് വലിയ അടുപ്പമായിരുന്നു. ഞാൻ കണ്ടേക്കണ വളരെ വിശുദ്ധനായ മനുഷ്യരിൽ ഒരാളാണ് റാഫി സാറ്. വളരെ നല്ല മനുഷ്യൻ. റാഫി സാറ് ചെങ്ങമ്പുഴയെ കേസരി ബാലകൃഷ്ണ പിള്ളയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ള വല്ല കഥയും കേട്ടിട്ടുണ്ട്? ഉണ്ട്. റാഫി സാറിന് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ അന്ന് ബാലൻ വീട്ടിൽ വന്നിട്ട് ഞാനും ബാലനും കൂടി റാഫി സാറിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ റാഫി സാർ ഇങ്ങനെ വളരെ ഒരു എസ്കസി മൂഡിലിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചാൽ, സാറേ എന്താണ് ഇന്നിങ്ങനെ വളരെ സന്തുഷ്ടനായിട്ടിരിക്കണം? അപ്പം പറഞ്ഞ് ഈ വിക്കണ്ട് സാറിൻ്റെ ഈ മാർക്കസ് തന്നെയാണ് കേട്ടോ, മാർക്സ്, കാറൽ മാർക്സേ, ബൈബിളിലെ മാർക്കസ്. ആ, അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് പക്ഷേ അത് വരുന്നത്? എനിക്കിപ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിന്ന് ഈ രീതിയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് 2 കാര്യങ്ങൾ ചങ്ങമ്പുഴയെക്കുറിച്ച് പറഞ്ഞു. ഈ ചങ്ങമ്പുഴ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടപ്പള്ളിയിൽ നിന്ന് റെയിൽ വഴിയാണ് വരുന്നത്. എടപ്പള്ളിയിൽ നിന്ന് വരുന്ന റെയിൽ സിമിത്തേരി മുക്കിലെത്തും. അപ്പോൾ സിമിത്തേരി മുക്കിലൊരു പട്ട ഷാപ്പുണ്ട്. ആ പട്ട ഷാപ്പിൽ ഇദ്ദേഹം ചെല്ലും, റാഫി സാറും ചെല്ലും. അപ്പോൾ ചങ്ങമ്പുഴ നടന്നു വരുന്ന ഷൂസ് ഉണ്ടല്ലോ, ആ ഷൂസിൻ്റെ ഹോളുണ്ട് അതിനകത്ത്. ആ ഹോളിൽ വെക്കും, കഞ്ചാവ് വെക്കും. എന്നിട്ടിങ്ങനെ ആ കഞ്ചാവ് വെച്ചുകൊണ്ട് അധ്യാത്മരാമായണം ഉറക്കെ ചൊല്ലി, അവിടെ ഒന്നും ആളില്ലല്ലോ, റെയിലിൻ്റെ അപ്പുറത്തും അപ്പുറത്തും, ട്രെയിൻ വല്ലപ്പോഴും മാത്രം വരുന്നത്. അതിങ്ങനെ ഉറക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഇതിലൂടെ നടന്ന് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോഴേക്ക് ഈ കഞ്ചാവ് ശരിക്ക് ഉടച്ച് റെഡിയാകും. എന്നിട്ട് അത് ഒരു കിഴിയിൽ മുക്കിയിട്ട് കെട്ടും. അതിങ്ങനെ ചാരായത്തിൽ മുക്കി അതൊഴിച്ചായിരുന്നു ചങ്ങൻ ചാരായം അടിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് റാഫി സാറ് ഈ ബാലകൃഷ്ണപിള്ളയുടെ അടുത്തേക്ക്, ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ചങ്ങമ്പുഴ. അപ്പോൾ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഇതുപോലത്തെ ഒരു പുസ്തകമുണ്ട്, ലെഡ്ജർ. അപ്പം തന്നെ പുള്ളി ലെഡ്ജർ എടുത്ത്, അപ്പോൾ ഇങ്ങനെ എഴുതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇത് റൊമാൻറ്റിക് കവി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു കൊടുത്തു. പുള്ളിയുടെ അതുവരെയുള്ള കവിതകളൊക്കെ വായിച്ചിട്ട് അതിൻ്റെ സംഗതി. അല്ല, പരാജയ പ്രസ്ഥാനം എന്നാ കേസരി എഴുതിയിരുന്നത്. അതെ, പരാജയ പ്രസ്ഥാനം. ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞുള്ളൂ. ആ പരാജയ പ്രസ്ഥാനത്തിൻ്റെ കവിയാണ് എന്ന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ രണ്ടുപേരും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ റാഫി സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞേ, ഈ റാഫി സാറും ചങ്ങമ്പുഴയും കൂടി ഒരു നിഗമനത്തിലെത്തി, ഈ കേസരി ബാലകൃഷ്ണപിള്ള നോർമലല്ല എന്ന്. അങ്ങനെ ഒരു കാര്യം റാഫി സാറ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാഭാരതം തറവായിട്ട് വായിച്ചിട്ടുണ്ട് റാഫി സാർ. ഞാൻ റാഫി സാറിൻ്റെ അടുത്തുനിന്ന് പുസ്തകം എടുത്തിട്ടാണ്. ഈ ചങ്ങമ്പുഴയും കൊണ്ട് കേസരിക്ക് ജ്യോതിഷമൊക്കെ വശമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുണ്ടായിരുന്നു. അപ്പോൾ ചെങ്ങമ്പുഴ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കേസരിയുടെ ഭാര്യ ഗൗരിയമ്മ വിളിച്ച് ചോദിച്ചു, ഒന്ന് ചായ കൊണ്ടുവരട്ടെ? വേണ്ട, ചൂടുവെള്ളം മതി, ഇയാൾക്ക് ക്ഷയമുണ്ട് എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി എന്നാ പറയുന്നത് ചെങ്ങമ്പുഴ. ചിലപ്പോൾ പറഞ്ഞു കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അത് പക്ഷേ നമ്മൾ ഈ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നതല്ല. മറ്റേ മൃഗം അത് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതൊക്കെ പറയണ്ടല്ലോ എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ്. മനഃപൂർവ്വം മിണ്ടാതിരുന്നതാണ്. ഇത് രണ്ടും ഞാൻ പറയണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നതാണ്. കാരണം അത് അങ്ങനെയല്ല, പുള്ളിക്ക് ഇത് ആയുർവേദ നിശ്ചയം ഉണ്ടായിരുന്നു ബാലകൃഷ്ണപിള്ള സാറിന് എന്നാണ് റാഫി സാറ് പറയണത്. റാഫി സാറിൻ്റെ ഇതനുസരിച്ചിട്ടാണെങ്കിൽ ബാലകൃഷ്ണപിള്ള സാറിന് നിശ്ചയമില്ലാത്ത ലോകത്തിലെ ഒരു വിഷയവുമില്ല. ഈ രാധാകൃഷ്ണൻ ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഇൻഡ്യൂഷൻ വരാറുണ്ട്? ഒരു ഇൻഡ്യൂഷനും വന്നിട്ടില്ല. നമുക്കൊരു കാര്യം വായിച്ചു പോകുമ്പോൾ മറ്റത് തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയും. ഒരു ക്വാണ്ടം ജമ്പ് ഉണ്ട്. അത് ഇൻഡ്യൂഷനല്ല. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാതെ നമുക്ക് തോന്നണം. നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും സംസ്കരിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ജമ്പ് വരുന്നതും
ഇതും വേറെയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പോഞ്ഞിക്കർ റാഫിയുടെ ഒരു ലേഖനം വായിച്ച് ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് അവസാനിച്ച് എന്താന്ന് വെച്ചാൽ മാർക്സിസത്തിനെ പറ്റിയിട്ടുള്ള ഒരു ലേഖനമാണ്. അത് അവസാനിക്കുന്നത് ഈ കാരണങ്ങളാൽ മാർക്സിസം 50% ആത്മീയതയാണ്. അത് പറയണത് എന്താ വെച്ചാൽ പിള്ളേരുടെ ഒരു വാദമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ മാക്സിം ഗോർക്കിയുടെ മനുഷ്യൻ എത്ര അല്ല ആ നോവലിൻ്റെ പേര് അമ്മ. ആ അമ്മയിൽ വരുന്ന മറ്റേ നായകൻ പേര് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. നായകൻ അത് യേശുദേവൻ്റെ ഒരു പുനരസൃഷ്ടിയാണെന്ന് റാഫി സാറിനൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ മറ്റേ യേശുദേവൻ്റെ അമ്മയെപ്പോലെ തന്നെ ത്യാഗസുരഭിലമായൊരു ജീവിതം നയിച്ച സ്ത്രീയാണ് നായകൻ്റെ അയാളുടെ അമ്മ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ റാഫി സാർ ഇതൊക്കെ പറയും. ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല സുഖമായ കാരണം കേട്ടിരിക്കും. പക്ഷേ അതിനകത്തൊക്കെ എത്രയൊക്കെ അടിസ്ഥാനമുണ്ട്, എത്രയൊക്കെ യുക്തിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. 50% ആത്മീയതയും 50% ഭൗതികതയും വരിക, ഇത് ശതമാനക്കണക്കിനല്ലല്ലോ നിൽക്കുന്നത്. ഈ അവസാനമായിട്ടൊരു ചോദ്യം, ഇപ്പോൾ ഒരു കഥാർസിസ് ഉണ്ടായി കാണുമല്ലോ ഇത്രയും സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ രാധാകൃഷ്ണൻ പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേണ്ട എന്നൊക്കെ അവർക്ക് പലപ്പോഴും കത്തെഴുതിയിരുന്നതായിട്ടൊക്കെ എനിക്കറിയാം, നേതൃത്വത്തിനൊക്കെ. പക്ഷേ പാർട്ടി പറയുകയാണ് നമുക്ക് ഇന്ന സ്ഥലത്ത് രാധാകൃഷ്ണൻ നിന്നാലേ സാധ്യതയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് അല്ല, പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ അഭിപ്രായം ഞാൻ എഴുതി പറയും. പക്ഷേ ഞാൻ പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ പാർട്ടി പറയുന്ന ഏത് ജോലിയും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് പോകണം. കാരണം ഈ ലോകത്തിലെ ഏത് പാർട്ടിയും നിലനിൽക്കുന്നത് ആ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ളവരെ പാർട്ടി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുമെന്ന വിശ്വാസത്തിലാണ്. ആ തീരുമാനം ശരിയോ തെറ്റോ അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ്. എനിക്ക് വ്യത്യസ്തം അതും നമുക്കാകാം. പക്ഷേ പാർട്ടിയുടെ ഒരു തീരുമാനം വന്ന ഉറപ്പായിട്ടും പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ രാജിവെച്ചു പോകണം. അതൊരു മര്യാദകളല്ലേ, അത് ചെയ്യില്ല. അപ്പോൾ പാർട്ടി ഒരു തീരുമാനം, എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് പാർട്ടിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം. അത് ഞാനും ചെയ്യും. അല്ലാതെ അവിടെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയില്ല. ആലപ്പുഴയിലും തൃപ്പൂണിത്തുറയിലും ഒക്കെ മത്സരിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ. ആ അനുഭവം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിയാനൊന്നും പ്രേരിപ്പിച്ചിട്ടില്ല. അല്ല, ആ അനുഭവം എന്ന് വെച്ചാൽ ആലപ്പുഴ എനിക്ക് കിട്ടിയത് 21 ദിവസമാണ്. കാരണം ഈ തോൽക്കുന്നതിൽ സന്തോഷിച്ച് ആയുഷ്കാലം മത്സരിക്കുന്ന കുറേ ആളുകൾ അല്ലല്ല, അങ്ങനെയല്ല. ആലപ്പുഴയിലെ കാര്യം, ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ 3% വോട്ടാണ് BJPക്കുള്ളത്. എനിക്ക് മുൻപ് മത്സരിച്ചത് കേരള രാഷ്ട്രീയത്തിലൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന AV താമരാക്ഷനാണ്. താമരാക്ഷൻ ആലപ്പുഴക്കാരനാണ്. അവിടെ ഉള്ള പ്രദേശത്ത് മുഴുവൻ നല്ല പരിചയമുള്ള ഒരാളാണ്. അവിടെയാണ് അതിൻ്റെ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ 3% എന്നുള്ളത് 17.2%, 14% വോട്ട് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കാൻഡിഡേറ്റ് പോയി നിന്നിട്ട് 14% വോട്ടിൻ്റെ വർധനവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ഒരു ഇതല്ല. പക്ഷെ അതെൻ്റെ ഗുണം കൊണ്ടല്ല അത്. കാരണം ഒന്ന്, മോദിയുടെ ഒരു പ്രാഭവം ഉണ്ടായിരുന്നു വളരെ പ്രധാനമായിട്ട്. 2, ഉള്ള പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. ആ കൂട്ടത്തിൽ ഞാൻ നിന്നു. അപ്പോൾ തൃപ്പൂണിത്തുറ വന്നിട്ട് തൃപ്പൂണിത്തുറ മത്സരിക്കും. അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ആലപ്പുഴയിൽ ചിലപ്പോൾ മോദി പ്രഭാവത്തിൻ്റെ കൂടെ ഈ ശോഭയുടെ പ്രഭാവം കൂടി ചേരുമ്പോൾ ഒരു 3% കൂടിയൊക്കെ കൂടാമല്ലോ. 3 അതിൽ കൂടുതൽ വരാം. ശോഭ വോട്ട് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. വോട്ട് പിടിക്കാൻ അല്ല, അവർക്ക് വോട്ട് പിടിക്കാനുള്ള ഒരു കഴിവുള്ള സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഒരുപക്ഷേ നിങ്ങളെന്തുകൊണ്ട് ഞാൻ പിടിച്ച അത്രയും തന്നെ 14% കൂടുതൽ വോട്ട് കൂടി ശോഭ പിടിക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അല്ല, ഞാൻ അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, 14, 28, 3, 31 അപ്പോൾ വരുമ്പോഴേക്ക് നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് ആലപ്പുഴയിൽ എത്തിക്കാൻ ശോഭക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുക. എൻ്റെ ഒരു പ്രതീക്ഷ ഇനിയും നമുക്ക് പല തെരഞ്ഞെടുപ്പ്
വിശകലനങ്ങൾക്കായി. അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തും കാണാം എന്നുള്ളതാണ്. ഞാനല്ല, രാധാകൃഷ്ണനെ. നന്ദി. ശരി, അപ്പം നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.